പക്ഷെ എന്റെ എല്ലാ എക്സ്പെക്ടേഷൻസും മറിച്ചിട്ടാണ് ശരിക്കും ഈ ഒരു റിവ്യൂ നടന്നത്. ഈ വണ്ടി ഇനി ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുമോ ഒരു വേരിയന്റ്? ഇല്ല, ഞാൻ തീർച്ചയായും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന്റെ പാർസൽ ട്രെയിൻ ഒരു ഭയങ്കര മോശം തന്നെ എന്ന് പറയാം. പിന്നെ ഒരു കംപ്ലൈന്റ് എന്ന് പറയാനുള്ളത് ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തില് പിന്നെ പവർ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ കൂളാവുന്നുള്ളൂ. അത് ഇപ്പോ ആ ഹൈവേയിൽ എനിക്ക് ആകെ 16.6 ആ ലെവൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് സോൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണക്കാരന്റെ ഒരു ഡ്രീംസിനെയൊക്കെ പ്രാവർത്തികമാക്കുന്ന തരത്തിലുള്ള ഒരു വണ്ടിയാണ്. അത് 2016 ഇത് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലേക്ക് എത്തിയ ശേഷം നല്ല വിജയമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇത്. ആക്ച്വലി ഇതൊരു അർബൻ SUV എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മാരുതി അവതരിപ്പിച്ചത്. എന്നിരുന്നാലും അർബൻ SUV കാട്ടി ഉപരി ഒരു ഹാച്ച് ബാക്ക് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. സോ ആ ഒരു വണ്ടിയാണ് ഇന്ന് വെൽക്കം ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ആ ഒരു വണ്ടി. ഇഗ്നിസ് 2016 ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ അത് അവതരിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ റിറ്റ്സിന്റെ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു. ആ ഒരു കാറ്റഗറി റിറ്റ്സ് എന്ന് പറയുന്ന വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്ത ശേഷമാണ് റിറ്റ്സിലേക്ക് മാരുതി മാറിയതെന്ന് പറയാം. അതായത് റിറ്റ്സ് 2016 നിന്നു, 2016 തന്നെ ഇഗ്നിസും വന്നു. ഇപ്പോൾ റിറ്റ്സിനെ നമുക്ക് പണ്ട് മുതലേ എല്ലാവർക്കും അറിയാം. അതായത് ഒരു സ്വിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവൻ, അതായത് ആ ഒരു പൈസയ്ക്ക് റേഞ്ചിൽ എത്താത്തവൻ എടുക്കുന്ന ഒരു വണ്ടിയാണ് റിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് സെയിം എഞ്ചിനും പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ട്യൂണിങ്ങിലുള്ള വ്യത്യാസം മാത്രമേ അത് തമ്മിൽ ഒരു ഡിഫറൻസ് ആയിട്ടുള്ളൂ. ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, ഫാമിലിക്ക് യൂസബിൾ ആവുന്ന ഒരു വണ്ടിയായിരുന്നു റിറ്റ്സ്. അപ്പോൾ ആ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തപ്പം ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമ്മുടെ ഈ വാഹന എൻതൂസിയാസ്റ്റിന് മുമ്പ്. ആ ഒരു സമയത്താണ് ഇഗ്നിസ് അവതരിപ്പിക്കപ്പെടുന്നത്. ഗ്ലോബലി ഇഗ്നിസിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ 2000 ഇഗ്നിസ് അവതരിപ്പിക്കപ്പെടുന്നത്. അത് സുസുക്കി കൊൽറ്റസ് എന്നൊരു മോഡൽ ഉണ്ടായിരുന്നു. ആ മോഡലിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് സുസുക്കി ഈ ഒരു ഇഗ്നിസിന് ഇറക്കിയത്. അത് 2000 മുതൽ 2008 വരെയാണ് അതിന്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായിരുന്നത്. പിന്നെ എന്തുകൊണ്ട് 2008 മുതൽ 16 കാറ്റഗറിയിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, പുതിയ വണ്ടി ഇറങ്ങിയിട്ടുമില്ല. 2016 ഇതിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ഇറങ്ങുന്നതെന്ന് പറയാം. അത് ഓൾ ഓവർ വേൾഡ് ആയിട്ടാണ് ഇറങ്ങിയത്. അത് ഇന്ത്യയിലേക്കും അത് കണ്ടിന്യൂ ചെയ്ത് വന്നു. അതായത് 1.2 ലിറ്റർ പെട്രോൾ ആണ്. അതായത് നമ്മുടെ സ്വിഫ്റ്റിന് മേടിക്കാൻ പൈസ ഇല്ലാത്ത, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് അത്ര പൈസ ഇല്ലെങ്കിൽ മേടിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. എന്നാൽ അത്യാവശ്യം സ്പേഷ്യസും ആണ്, അതേപോലെ തന്നെ ഫീച്ചർ ലോഡഡും ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ അത് അവതരിപ്പിച്ചപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ റിറ്റ്സിനെ എങ്ങനെ ആൾക്കാർ ഏറ്റെടുത്തോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഇഗ്നിസിനെ ആൾക്കാർ ഏറ്റെടുത്തത്. അത്യാവശ്യം നല്ല വിജയമായിരുന്നു. ഇപ്പോഴും വിജയത്തോടെ അത് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനിടയ്ക്ക് ഒരു SUV യുഗം വന്നു. അപ്പൊ യുഗം വന്നപ്പോൾ മാരുതിക്കും തോന്നി ഇവനൊരു SUV ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു അർബൻ SUV എന്നുള്ള ഒരു ബാഡ്ജിങ് കൂടി ഈ സുസുക്കി ഇഗ്നിസിന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇഗ്നിസ് എന്ന് പറയുന്നത് സീറ്റ വേരിയന്റ് ആണ്. ആക്ച്വലി ഇതിന് 4 വേരിയൻസ് ഉള്ളത്: സിഗ്മ, ഡെൽറ്റ, സീറ്റ ആൻഡ് ആൽഫ. ഈ സീറ്റ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷന് ജസ്റ്റ് താഴെയുള്ള വേരിയന്റ് ആണ്. സോ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. അതായത് സാധാരണക്കാരന് എടുക്കാൻ പറ്റുന്ന, പ്രാപ്തമാകുന്ന ഒരു വേരിയന്റ് ആണത്. അപ്പം ഇതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് ഇന്ന് കിടക്കുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. ഇഗ്നിസിന്റെ നമുക്ക് സ്റ്റൈലിംഗിലേക്ക് കിടക്കാം. സ്റ്റൈലിംഗിൽ തന്നെ ഫസ്റ്റ് പറയാനുള്ളത് ഹെഡ് ലാമ്പിന്റെ ഏരിയ ആണ് പറയുന്നത്. ഹെഡ് ലാമ്പ് ഇതിൽ ഹാലോജൻ ആണ് വന്നേക്കുന്നത്. ഇതിന്റെ ടോപ്പ് എൻഡ്, അതായത് ആൽഫ വേരിയന്റിലാണ് നമുക്ക് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് പിന്നെ അതേപോലെ DRL ആയിട്ട് വരുന്നേക്കുന്നത്. ഇപ്പൊ ഇതില് ഹാലോജൻ ആണ് ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നോർമൽ ലൈറ്റ്സും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. തൊട്ട് താഴെ തന്നെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു വേരിയന്റിന്. പിന്നെ ക്രോം ആക്സൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അത് ത്രൂ ഔട്ട് അപ്പുറത്ത് വരെ നീളുന്നുണ്ട്. ഇതിലൊരു 4 സെറ്റ് ആയിട്ടാണ് ക്രോം ആക്സൻസ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നല്ല രസമുണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു എയർ ഡാം ഉണ്ട്. എയർ ഡാമിൽ അത്യാവശ്യം നല്ല എയർ എൻട്രി ഇവിടെ അത്രയ്ക്കും പോരാ, ഇവിടെ കുറവാണ്. എയർ എൻട്രി കുറച്ച് കുറവുള്ള ഒരു എയർ ഡാം തന്നെയാണ് അത് പറയാം. പിന്നെ ഈ ഒരു സ്കിഡ് പ്ലേറ്റ്, അത് ഫൈബറാണ്, ത്രൂ ഔട്ട് ഫൈബർ. ആ ഒരു നമ്മുടെ SUV സ്റ്റാൻഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഒരു സ്കിഡ് പ്ലേറ്റ് ആണ് വന്നേക്കുന്നത്. ബോണറ്റ് ഏരിയയിൽ കട്ടും ക്രീസും കാര്യങ്ങളായിട്ടൊന്നും കൊടുത്തില്ല, പ്ലെയിൻ ആയിട്ടാണ് ബോണറ്റ് ഏരിയ വന്നേക്കുന്നത്. ഇവിടെ തന്നെയാണ് നമ്മുടെ വാഷറിന്റെ നോസിൽസ് ഒക്കെ 2 സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉള്ളിലേക്ക് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു വൃത്തി ഉണ്ടായേനെ. അത് രണ്ടും ഫ്രണ്ട് തന്നെയാണ് കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. സാധാരണ നോർമൽ വൈപ്പേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കമ്പനി വൈപ്പേഴ്സ് തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ളൊരു വിൻഷീൽഡാണ് ഉള്ളത്. ഇവിടുന്ന് നമുക്ക് ഉള്ളിൽ കയറി നോക്കാം പുറത്തേക്ക് എങ്ങനെ കാണുന്നതെന്നൊക്കെ ഉള്ളത്. ഇഗ്നിസിന്റെ സൈഡ് വ്യൂവിൽ ഇവിടെ ഒരു ഫേക്ക് എയർ ഡാം പോലത്തെ ഒരു സാധനം ഉണ്ട്. ഒരു സ്പോർട്ടി അപ്പിയറൻസ് കിട്ടാൻ വേണ്ടി വെച്ചേക്കുന്നതായിരിക്കാം. പിന്നെ വീലാർച്ചി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. ഇത് നല്ല രസമുണ്ട്. ഒരു SUV സ്റ്റാൻഡ്സിന് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇതിന്റെ ഒരു വീലാർച്ച് പോയേക്കുന്നത്. ഒരു നല്ല കട്ടിയുള്ള ഒരു വീലാർച്ചാണ്. പിന്നെ അലോയി ആണ് വന്നേക്കുന്നത്. 15 ഇഞ്ചാണ് അലോയി വന്നേക്കുന്നത്. 175/65 ആണ് ടയർ സൈസും വന്നേക്കുന്നത്. ദെൻ ഇവിടുന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ORVM ബോഡി കളറാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഇൻബിൽറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്.
ഇതൊക്കെ അഡീഷണലി വന്നതാണ്. റെയിൻ ഗാർഡൊക്കെ അഡീഷണലി വന്നേക്കുന്നതാണ്. പിന്നെ ഡോർ ഹാൻഡ് ബോഡി കളറാണ് വന്നേക്കുന്നത്. റിക്വസ്റ്റ് സെൻസറും അതിനോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കീ ഹോളും ഉണ്ട്. പിന്നെ ബി പില്ലറിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. സി പില്ലറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കട്ടായിട്ടാണ് ഡോറ് വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിൽ ഇതാണ് ജസ്റ്റ് ഇതിന്റെ ഒരു സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ഒരു ഷാർക്കിന് പോലെ, അതായത് ഒരു മീനിന്റെ ഗില്ല് പോലെ കാണുന്ന ഒരു ടൈപ്പാണ്. അത് അന്ന് ഇറങ്ങിയപ്പോൾ ഷാർക്കിന്റെ ആ ഒരു ഗില്ലിന്റെ പാറ്റേൺ ആണ് മാരുതി വിശേഷിപ്പിച്ചത്. ഇവിടെ എത്തിയ ശേഷം ഇത് ഇവിടെ നിന്ന് അവസാനിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കണ്ടിന്യൂഷൻ മാരുതിക്ക് വരുത്താൻ പറ്റാത്ത രീതിയിൽ അവിടെ അവസാനിപ്പിച്ച പോലെയാണ് നമുക്ക് ഇഗ്നിസിന്റെ ബാക്ക് കാണുമ്പോൾ തോന്നുന്നത്. സൈഡ് വ്യൂവിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുമ്പോൾ ഒരു 180 മില്ലിമീറ്റർ, അതായത് കൈ സ്ട്രെച്ച് ചെയ്ത് വെച്ചാൽ അത്രേ വരുന്നുള്ളൂ. 180 മില്ലിമീറ്റർ ഉള്ളൂ. അതിപ്പം ലോഡ് കയറുമ്പോൾ വീണ്ടും താഴും. അർബൻ SUV എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കിയിട്ട് കുറച്ചെങ്കിലും ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇഗ്നിസിന്റെ റിയർ വ്യൂവിനെ പറ്റി പറയുമ്പോൾ എവിടെയോ എത്തിയിട്ട് എവിടെയോ അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം പോലെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറച്ചെങ്കിലൊക്കെ ഒരു ഡിസൈനിൽ മാറ്റം വരുത്തിയിരുന്നെങ്കിൽ കുറച്ചൊരു കാണാനൊരു ഭംഗി കൂടി ഉണ്ടായേനെ. എനിക്കെന്തോ പൊതുവേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എനിക്ക് ഇതിന്റെ ബാക്ക് അത്രയ്ക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ പറയുന്നത് ഇവിടെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ട് സ്പോയിലർ ഉണ്ട്. ഇതൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 സെറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ റിയർ വൈപ്പർ ഇവിടെയുണ്ട്. വാഷർ ഇതിന്റെ മുകളിൽ തന്നെയാണ് വാഷർ വന്നേക്കുന്നത്. പിന്നെ ഡീഫോഗർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇഗ്നിസിന്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഏതാ വേരിയന്റ് എന്നുള്ളത് കൊടുത്തിട്ടില്ല, പുതിയ വണ്ടി ആയതുകൊണ്ടാകാം. പിന്നെ ഇതൊക്കെ സാധാ ബ്രേക്ക് ലൈറ്റ് ഒക്കെ സാധാ ബൾബ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ ബാക്ക് ലൈറ്റും അതേപോലെ തന്നെ സാധാ ബൾബ് തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ സെൻസേഴ്സ് ഉണ്ട്. 2 സെൻസേഴ്സ് ആണ് ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ക്യാമറ അഡീഷണലി ചെയ്തതാണ്, ഈ സീറ്റ വേരിയന്റിൽ വരുന്ന സാധനമല്ല. അതൊക്കെ ശരിക്കും ഇതായിട്ട് കൊടുക്കേണ്ട സംഭവമാണ്. ഇത് വെച്ചാൽ ഇതുമായിട്ട് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് ഒരു ചെറിയ പൈസയ്ക്ക് വ്യത്യാസം ഉണ്ടാവത്തുള്ളൂ. ഇതൊക്കെ കൊടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. റിയറിൽ നമ്മൾ വിട്ടുപോയത് ഇതിന്റെ ആന്റിനയാണ്. ഈ പൂച്ചവാൽ ആന്റിന തന്നെയാണ് കൊടുത്തേക്കുന്നത്, ഷാർപ്പിൻ ഒന്നല്ല. പിന്നെ നമുക്ക് ഇവിടെ വന്നേക്കുന്നത് ഈ ഗ്രാബ് ഹാൻഡിൽ, അത് ഫംഗ്ഷനിലൊന്നുമല്ല, വെയിറ്റ് ഒന്നും കയറ്റാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു കോസ്മെറ്റിക്കലി ഉള്ള മാറ്റം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് കണ്ടു നോക്കാം. ബൂട്ട് സ്പേസ് ഇവിടെ ഒരു ഞെക്കാനുള്ളൊരു ബട്ടണൊക്കെ ഉണ്ട്. അത് തുറന്നു കഴിയുമ്പോൾ ഏകദേശം ഒരു 260 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസേ ഉള്ളൂ. കുറച്ചൊരു താഴ്ന്നിട്ടാണ് ഇതിന്റെ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ സ്പെയർ വീല് അതേപോലെ തന്നെ സ്റ്റീൽ റിമാണ് കൊടുത്തേക്കുന്നത്. ജാക്കും പരിപാടികളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത ലെവലിലുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ്. പിന്നെ ലൈറ്റ് ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്. പാർസൽ ട്രേ ഓൾറെഡി അഡീഷണൽ വന്നേക്കുന്നത്. ഇൻക്ലൂഡിങ് പാർസൽ ട്രേ ആണ് 260 ലിറ്റേഴ്സ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇഗ്നിസിന്റെ ഇന്റീരിയറിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഇന്റീരിയറിൽ കാണുമ്പോൾ നമ്മൾ ഡോറിൽ തന്നെ പറയുമ്പോൾ ഇതൊക്കെ രസമുണ്ട്. ഈ ഹാൻഡിലൊക്കെ ബോഡി കളർഡ് ആക്കിയത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ബാക്കിയുള്ള നമ്മളെല്ലാത്തിലും കാണുന്ന പോലത്തെ കൺട്രോൾസ് തന്നെയാണ്. വിൻഡോസിന്റെ കൺട്രോൾസും ഡോർസിന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ORVMന്റെ ക്ലോഷറും പിന്നെ അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ക്രോം ഹാൻഡിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 4 സ്പീക്കേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ 2 ട്വീറ്റേഴ്സും ഉണ്ട്. ഇവിടെ ഒരു ട്വീറ്റർ ഉണ്ട്, അത് ഫ്രണ്ടിലും ആ സൈഡിലും ട്വീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ചെറുതെന്തേലും മാഗസിൻസ് ഒക്കെ വെക്കാനുള്ള ഒരു ഏരിയ, ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇതില് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇതിൽ കൊടുത്തിട്ടില്ല, അത് വല്ലാത്തൊരു പോരായ്മ തന്നെയാണ്. ശരിക്കും ഇതൊരു ഫുൾ വേരിയന്റിന്റെ ജസ്റ്റ് ബാക്കിലുള്ള ഒരു വേരിയന്റ് ആണ്. എന്നാൽ പിന്നെ അതൊന്നും കൊടുക്കുന്നത് നല്ലതായിരുന്നേനെ, പക്ഷെ അത് കൊടുത്തിട്ടില്ല. ആകെ ഫുൾ ഓപ്ഷനിൽ മാത്രമുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ കയറി നോക്കുമ്പോൾ സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ നമ്മുടെ ഹെഡ് ലാമ്പ്സിന്റെ കൺട്രോൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വേറെ സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ട്രിപ്പിന്റെ കൺട്രോൾസ് ഒക്കെ ഇതൊക്കെ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അതൊന്നും അപ്പുറത്തേക്ക് കൊടുത്തിട്ടില്ല, വേറെ മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചെടുക്കണമെന്ന് തോന്നുന്നുണ്ട്. റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിങ്ങിനെ പറ്റി പറയുമ്പോൾ 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് മാരുതിയിൽ എല്ലായ്പ്പോഴും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സംഭവം തന്നെയാണ് വന്നേക്കുന്നത്. ഇതൊക്കെ ഇതുവരെ മാരുതിക്ക് മാറ്റാനായിട്ടില്ല തോന്നുന്നുണ്ട്. പണ്ടത്തെ അതേപോലെ തന്നെയാണ്, ലെഫ്റ്റ് സൈഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ടെലിഫോണിന്റെ കൺട്രോൾസ് ഒക്കെ. പിന്നെ മോഡ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞ് മടുത്ത കാര്യങ്ങളാണ്. പിന്നെ എയർ ബാഗ് ഉണ്ട്. 2 എയർ ബാഗ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. ഇവിടെ ഒന്നുണ്ട്, കോ പാസഞ്ചർ സൈഡിലും ഒന്നുണ്ട്. പിന്നെ ട്രിപ്പിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്പിന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ട്രിപ്പ് ഇൻഫോയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. AC വെന്റ് ഉണ്ട്. നമ്മുടെ സ്പീഡോമീറ്റർ ഒക്കെ അനലോഗ് ആണ് കൊടുത്തേക്കുന്നത്. RPM മീറ്ററും അനലോഗ് ആണ് വന്നേക്കുന്നത്. റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു TFT ഡിസ്പ്ലേ ഉണ്ട്. അതിൽ റേഞ്ച് കാര്യങ്ങള് ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സാധാരണ നമ്മൾ എല്ലാം കാണുന്ന സംഭവങ്ങൾ തന്നെ ഉള്ളൂ. ബാക്കിയുള്ള കൺട്രോൾസ് ഒക്കെ സെയിം ആണ്, ഇത് പറയാനൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നേക്കുന്ന ഒരു ചെറിയൊരു
ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. അതിൽ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള മാരുതിന്റെ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അല്ല വന്നേക്കുന്നത്, മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ഇതിന്റെ ആൽഫ വേരിയന്റിൽ ഓട്ടോമാറ്റിക് ആണ് കൊടുത്തേക്കുന്നത്. ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക് ആയിട്ട്. ഇതൊക്കെ ശരിക്കും ഇതിലൊക്കെ കൊടുക്കായിരുന്നു. അത്യാവശ്യം ഒരു മൂന്നാമത്തെ വേരിയന്റ് അല്ലേ, അതൊന്നും അവർ കൊടുത്തിട്ടില്ല. പിന്നെ 12 വോൾട്ടിന്റെ ഒരു ചാർജർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. USB കണക്ടിവിറ്റി ഇവിടെയുണ്ട്. ഓക്സിന്റെ കണക്ടിവിറ്റി തൊട്ട് താഴെ തന്നെയാണ്. ഇവിടെ ഒരു മൊബൈൽ വെക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ദെൻ ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. ലെതർ റാപ്പിഡ് പോലുള്ള ഒരു മെറ്റീരിയലാണ് നമ്മുടെ ഗിയർ നോബിനോട്. 5 സ്പീഡ് ആണ് വന്നേക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ ഒരു ആംബ്രസ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത്രയും പൈസയും കൊടുത്ത് മേടിക്കുന്ന വണ്ടിയല്ലേ. പിന്നെ നമ്മുടെ കോ പാസഞ്ചർ സൈഡിൽ അവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ചെറിയൊരു മാഗസിൻ വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ചെറുത് ഇതെന്തിനാണാവോ, ഇതിലിപ്പോ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല എന്നുണ്ട്. എന്ത് വെച്ച് കഴിഞ്ഞാൽ അത് തെറിച്ചു പോകും. എന്തിനും ഒരു സാധനം അവിടെ. പിന്നെ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഡാഷ്ബോർഡ് ആക്ച്വലി ഗ്ലൗ ബോക്സ് 2 ആക്കിയാണ് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടുണ്ട്. ഇവിടെ ചെറിയ തിങ്സ് എന്തെങ്കിലും വെക്കാനുള്ളത്. ഇവിടെ മൊബൈലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഏരിയ ഉണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ IRVM മാനുവലി അഡ്ജസ്റ്റബിൾ ആണ് വന്നേക്കുന്നത്. റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. മൈക്കിന്റെ സെറ്റപ്സ് ഒക്കെ ഇവിടെയുണ്ട്. വാനിറ്റി മിറർ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഡ്രൈവർക്ക് ഇല്ല, ടിക്കറ്റ് ഹോൾഡർ മാത്രമേ കാണുന്നുള്ളൂ. വേറെ ഒന്നും അവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് റിയർ സീറ്റിലേക്ക് കയറി നോക്കാം. ഇഗ്നിസിന്റെ ഇതില് നമുക്ക് റിയർ സീറ്റിൽ തന്നെ വരുന്ന ഡോറിൽ ഒരു ബോട്ടിൽ ഹോൾഡർ വെക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ള ഒരു ഏരിയ. പിന്നെ ഇവിടെയൊക്കെ ക്രോമാണ് ഹാൻഡിൽസ് കൊടുത്തേക്കുന്നത്. ഇപ്പം ഡ്രൈവർ സീറ്റ് ഞാൻ എൻ്റെ സ്പേസിനനുസരിച്ചാണ് വെച്ചേക്കുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. എനിക്ക് നീണ്ടു നിവർന്നിരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. തരക്കേടില്ലാത്ത ലെഗ് റൂം ഉണ്ട്. പിന്നെ ഹെഡ് റൂം തരക്കേടില്ല, അത്യാവശ്യം ലെവലുള്ള ഹെഡ് റൂം ഉണ്ട്, മോശമില്ല എന്ന് പറയാം. പിന്നെ ഹെഡ് റെസ്റ്റ് വന്നേക്കുന്ന അഡ്ജസ്റ്റബിൾ ആണ്, അത് നല്ലൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ അവന്മാർ ഇതിലും കൊണ്ടുപോയിട്ട് സാധാ ഹെഡ് റെസ്റ്റ് കൊണ്ടുപോയി വെച്ചേനെ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, വേറെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ റീഡിംഗ് ലാമ്പ് അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നാണ് തോന്നുന്നത്. വേറെ പ്രശ്നങ്ങളാക്കാനുള്ള ഒരു 2 പേർക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഇത് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊന്നും വരുന്നില്ല. 2 പേർക്കും ഒക്കെയാണ്. മൂന്നാമത്തെ ഒരാള് ക്രാംഡ് ആയിരിക്കും. ഇഗ്നിസിന്റെ എഞ്ചിൻ റൂം ഒന്ന് നോക്കി നോക്കാം. ഇവിടെ തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതില് 4 സിലിണ്ടർ ആണ് വന്നേക്കുന്നത്. 1.2 ലിറ്റർ ആണ്. ടർബോ ഒന്നുമില്ല, നാച്ചുറൽ ആസ്പിറേറ്റഡ് ആണ്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ റൂമാണ്. പണിയെടുക്കാനൊക്കെ കുറച്ചുകൂടി സൗകര്യമുണ്ട്. ഗ്യാപ്സ് ഒക്കെ നല്ലോണം ഉണ്ട്. ഓക്കെ, അത് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഗ്നിസിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്റീരിയറും എക്സ്റ്റീരിയറും. പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അറിയേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഓണറിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓണറിനെ വെൽക്കം ചെയ്യാം. വരൂ. ഹലോ. ഹായ്. ഹായ്. എന്താ പേര്? എൻ്റെ പേര് രാഹുൽ എന്നാണ്. ഓക്കെ. ഞാൻ ഇവിടെ വീട് കമ്പളക്കാട് ആനേരിയാണ് വീട്. ഓക്കെ. ഞാനിവിടെ കൽപ്പറ്റ LIC ഓഫീസിൽ വർക്ക് ചെയ്യുന്നു അല്ലേ? ശരി ശരി ശരി. അപ്പൊ രാഹുൽ, ഈ വണ്ടിനെ പറ്റി ഒന്ന് പറയൂ. വണ്ടി എന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ട് ഇപ്പോ ഒരു 1.5 കൊല്ലമായി. 1.5 കൊല്ലം. ഓക്കെ. പിന്നെ ഞാന് കുറെ വണ്ടികൾ നോക്കി. അപ്പൊ എന്റെ വൈഫും കൂടി പറഞ്ഞാണ് ഇഗ്നീസ് നമുക്കൊരു കംഫർട്ടബിൾ ആയ വണ്ടിയാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഇതിന്റെ സീറ്റ വേരിയന്റ് ആണ് ഇപ്പൊ ഞങ്ങള് എടുത്തത്. ശരി ശരി. ഇതിലിപ്പം വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഹ്യുണ്ടായിലാണേലും ടാറ്റയിലാണേലും ഒക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് വേറെ വണ്ടികളൊക്കെ നോക്കിയിരുന്നോ പോയിട്ട്? വണ്ടി നോക്കിണ്ടായിരുന്നു. ഞങ്ങള് വാഗ്നർ നോക്കി, ഷിഫ്റ്റ് നോക്കി, പിന്നെ ഐ10 ഒക്കെ നോക്കിണ്ടായിരുന്നു. പക്ഷെ ഞാന് ഫാമിലിയും കൂടി ഒന്ന് ആലോചിച്ചപ്പോ എല്ലാവരും ഇഗ്നീസ് ആണ് സജഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് ഈ മോഡൽ എടുത്തു. ശരി ശരി. രാഹുൽ, അപ്പൊ വണ്ടി എടുത്തപ്പോ എത്രയായി? ഓൺ റോഡ് എത്രയായിരുന്നു വന്നത്? വണ്ടി എടുത്തപ്പോ 7,60,000 760 വന്നു. ശരി ശരി. ഓക്കെ. പിന്നെ ഞങ്ങള് ലോൺ ആയിട്ടാണ് വണ്ടി എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എത്ര കൊടുത്തു? അപ്പം ഫസ്റ്റ് ഒരു 1,80,000 രൂപ. ബാക്കിയെല്ലാം ലോണാണ്. ലോൺ എമൗണ്ട് വരുന്ന മന്ത്ലി 15,400 5 വർഷത്തേക്കാണ് ലോൺ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ഡെയിലി റൂട്ടീനായിട്ട് എടുത്തോണ്ട് പോകുന്ന വണ്ടിയല്ലേ? അതെ, ഞാൻ ഡെയിലി വണ്ടി എടുത്തോണ്ട് പോകുന്നത്. ഓക്കെ. ശരി ശരി. രാവിലെ 2023 കുറെ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പം പറയുകയാണെങ്കിൽ തന്നെ ഇതിന്റെ കമ്പനിയിൽ നിന്ന് തന്നെ വരികയാണെങ്കിൽ നമുക്ക് വാഗനറിനെ പറയാം. പിന്നെ അതേപോലെ സ്വിഫ്റ്റിനെ പറയാം. പിന്നെ ഹ്യുണ്ടായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് ഐ10 പറയാം. പിന്നെ ടാറ്റയിൽ പറയുകയാണെങ്കിൽ അൾട്രോസ്, അതേപോലെ ടിയാഗോ ഒക്കെ പറയാം. അപ്പം അതിൽ നിന്ന് എന്താ വ്യത്യാസം? അപ്പൊ അത് എടുക്കാതിരിക്കാനുള്ള കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ടാറ്റ അൾട്രോസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ആ നോക്കിയ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്റെ കസിൻസ് ഒക്കെ എടുത്ത്
വണ്ടി. അപ്പൊ അവര് സർവീസിനെ പറ്റി കുറച്ച് മോശമായിട്ടുള്ള അഭിപ്രായമാണ് വന്നത്. അപ്പൊ എനിക്ക് അതൊരു പോരായ്മയായി തോന്നി. അതുകൊണ്ട് ഞാൻ ടാറ്റ ഒഴിവാക്കി. പിന്നെ ഞാന് ഹുണ്ടായി നോക്കി. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കുറച്ച് ഇതായതുകൊണ്ട് പിന്നെ എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നിയത് പിന്നെ അതില് എനിക്ക് തോന്നുന്നുണ്ട് അതില് കുറച്ച് അത്യാവശ്യം നല്ല ഫീച്ചറിലോട് ആയിട്ട് പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് അതില് ആവശ്യത്തിൽ കൂടുതൽ ഫീച്ചേഴ്സിന് വേണമെന്ന് പറയാം. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യാത്തോണ്ട് വേണേ ഓക്കെ. പിന്നെ ഞാന് വാഗ്നർ നോക്കിണ്ടായിരുന്നു. വാഗ്നർ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ എന്താ പറയാ പവറ് കുറച്ച് കുറവ് ഞാന് വാഗ്നർ പിന്നെ ഒഴിവാക്കി. പിന്നെ ഷിഫ്റ്റ് പിന്നെ നോക്കിണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിന്റെ ഒരു എമൗണ്ട് കുറച്ചൊരു ഇത് വന്നുകൊണ്ട് ഞാൻ ഷിഫ്റ്റ് ഒഴിവാക്കി. പിന്നെ ഫാമിലിക്ക് മൊത്തമായിട്ട് ഇഗ്നിസ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അതെന്നെ അടുത്തല്ലേ. ശരി. രാഹുൽ, നമുക്ക് ഇനിയിപ്പോ അടുത്തറിയാനുള്ള ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് ഇതിന്റെ മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഉപയോഗിച്ച ആൾട്ടോ ആണ്. അപ്പൊ ആൾട്ടോയിലെ സംബന്ധിച്ച് ആൾട്ടോയ്ക്ക് മൈലേജ് കൂടുതലാണ്. പക്ഷെ ഇതിന് കമ്പനി പറഞ്ഞിരിക്കുന്ന 20-22 മൈലേജ് കമ്പനി പറയുന്നത്. പക്ഷെ എനിക്ക് ആകെ 16.5 ആ ഇതിലേ കിട്ടിയുള്ളൂ. അത്ര കിട്ടുന്നുള്ളൂ. പിന്നെ ഞാന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് പോയി മൈസൂര് ദസറ ടൈം മൈസൂരൊക്കെ കറങ്ങാൻ പോയപ്പോ ആ ഹൈവേയിൽ എനിക്ക് ആകെ 16.6 ആ ലെവല് മൈലേജ് കയറിയുള്ളൂ. ഓക്കെ, അത്രയും നമ്മള് ഇപ്പൊ ഹൈവേ പോയി കഴിഞ്ഞാലും അത്രയൊക്കെ കയറുന്നുള്ളൂ. ഓക്കെ, പറപ്പിക്കാറുണ്ടോ? നല്ല പറപ്പിക്കാറാണോ അല്ല നോർമൽ ഡ്രൈവ് ആണോ? ഞാന് ഒരു 80-90 ഹൈവേ റേഞ്ചിൽ തന്നെ അത്ര കിട്ടുന്നുള്ളൂ അല്ലെ. ശരി. ഓക്കെ. രാവിലെ സർവീസിനെ പറ്റി ഇപ്പൊ ശരിക്കും മാരുതിനെ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാലും എന്തെങ്കിലും മോശമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അത് പറയാവോ? ഇല്ല, സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോ തേർഡ് സർവീസ് ഫുൾ സർവീസും കഴിഞ്ഞു. ഓക്കെ. പിന്നെ സർവീസ് അവര് വീട്ടിൽ വന്ന് വണ്ടി അവര് എടുത്തുകൊണ്ട് സർവീസ് കഴിഞ്ഞ് അവര് കൊണ്ടുവരുന്നുണ്ടല്ലേ. പ്രൈസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ കോസ്റ്റ് ഒക്കെ വരുന്നത്? സർവീസാ എനിക്ക് തേർഡ് സർവീസ് വരെ പിന്നെ അധികം പൈസ വന്നിട്ടില്ല. അതിൽ ഓയിൽ ചേഞ്ചിന്റെ ചെറിയ ഒരു 1500 അങ്ങനെ ഒരു റേറ്റ് വന്നുള്ളൂ. വലിയൊരു എമൗണ്ട് ഇതുവരെ സർവീസിന് വന്നില്ല. ഇനി 20,000 ഒരു സർവീസ് വരുന്നുണ്ട്. 20,000 അതില് ചിലപ്പോ എങ്ങനെ എമൗണ്ട് വരാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പൊ വന്നിരിക്കുന്ന എമൗണ്ട് ഏകദേശം എത്ര രൂപ വരുന്നത്? എനിക്ക് ഇപ്പോ 3 സർവീസിൽ എനിക്കൊരു 3000 രൂപയൊക്കെ ചെലവ് വന്നു. ഓരോ സർവീസിനും അല്ല, ഓരോ സർവീസ് അല്ല, 3 സർവീസ്. ഫ്രീ സർവീസ് എന്നുള്ള ലെവലിലാണ്. ശരി. ഓക്കെ, ഇനിയിപ്പോ 20 വരാൻ കിടക്കുന്നു. ശരി, ഓക്കെ, ഫൈൻ. ഈ ഫാമിലി എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇവരുടെ ഫാമിലിന്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ? ഫാമിലി അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി അവർക്ക് കംഫർട്ടബിൾ ആണ്. പക്ഷെ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയുള്ള AC-ന്റെ കുറച്ച് പോരായ്മ തോന്നി. കാരണം നമ്മള് വണ്ടി ചൂടത്ത് പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് AC ഓൺ ചെയ്ത് ഫോർത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാലും ഒരു 15 മിനിറ്റ് കഴിഞ്ഞാലൊക്കെ പുറകിലോട്ട് തണുപ്പ് എത്തുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ വേറെ എന്താ പറയാ മോഡൽ വണ്ടികളൊക്കെ AC-ന്റെ അങ്ങനത്തെ ഒരു റിയർ AC ഇവന്റ് കൊടുക്കുന്നുണ്ട്. കുറെ വണ്ടികൾക്കുണ്ട് റിയർ AC. അപ്പൊ ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണോ? ക്യാബിൻ കുറച്ച് വലുതാണല്ലോ. ക്യാബിൻ കുറച്ച് വലുതുമാണ്. തീരെ എത്തുന്നില്ല അങ്ങോട്ട്, പവർ എത്തുന്നില്ല. പവർ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ കൂളാവുന്നുള്ളൂ. അത് നമ്മള് പുറകിലിരിക്കുന്ന കറക്റ്റ് അത് ഫീൽ വരുന്നുണ്ട്. കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. അത് പറഞ്ഞു. ഞാൻ പിന്നെ ഈ AC-ന്റെ എന്തെങ്കിലും പ്രശ്നം വെച്ചിട്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ AC-ന്റെ അങ്ങനെ കംപ്ലൈന്റ്സ് ഒന്നുമില്ല അല്ലെ. മേ ബി അതൊരു ഡീമെറിറ്റ് തന്നെയാണ് ശരിക്കും. ഇതിലിപ്പം AC-ന്റെ കംപ്ലൈന്റ് പറഞ്ഞു, അത് ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. കാരണം ഫാമിലിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളാണെങ്കിൽ തന്നെ, നിങ്ങൾ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ വേറെ എന്തെങ്കിലും ആയിട്ട് കംപ്ലൈന്റ്സ് ഒന്ന് പറയാനുണ്ടോ? വേറെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. ഇതില് DRL കൊടുത്തില്ല. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആദ്യം ഞാൻ നോട്ടീസ് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റ് താഴെ, അതായത് ഫുൾ ഓപ്ഷൻ ജസ്റ്റ് താഴെയാണ് കൊടുക്കാത്തത്. അവർക്ക് കമ്പനിക്ക് കൊടുക്കായിരുന്നു. മിക്കവാറും ബാക്കിയുള്ള വണ്ടി ഇപ്പൊ ടാറ്റേന്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ഫ്രണ്ട് ഫേസ് കുറച്ച് ഒരു ഇതേപോലെ യുണീക്ക് ആക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇതിൽ കാണുന്നില്ല. ഓക്കെ, പക്ഷെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോഗ് ലാമ്പ് അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അലോയ് വീൽ അതേപോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. വേറെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് അതേപോലെ വന്നിട്ടുണ്ടോ? വേറെ കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഡോറിന്റെ സൈഡ് ചെറിയ ഫംഗസ് കയറുന്ന ഒരു ഫീൽ. അങ്ങനെയുണ്ട്. ഇത് ചെറിയ മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫ്രണ്ട് ഡോറിന്റെ ഈ സൈഡ് ഈ വൈറ്റ് വരുന്നത് ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതെന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. വണ്ടി
നല്ല വാഷ് ചെയ്ത് ചെറിയ ചളിയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ വാഷ് ചെയ്ത് കൊണ്ടു നടക്കുന്നു. ഓക്കെ. പക്ഷെ ഇത് എന്താ സംഭവം ഒരു ഐഡിയ വരുന്നില്ല. ഇതിങ്ങനെ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വരുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് കാണുന്നില്ല? ഒരു മൈനസ് ആയിട്ട് നല്ല തോന്നുന്നു. അവര് സർവീസ് അവരോട് പറഞ്ഞിരുന്നോ അത്? ഇല്ല, ഇതുവരെ ഇല്ല. അത് അടുത്ത പ്രാവശ്യം ഒന്ന് പറയൂട്ടോ, അവരെന്നാ പറയുന്ന നോക്കാം. പിന്നെ ഒരു കംപ്ലൈന്റ് എന്ന് പറയാനുള്ളത് ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തില് പിന്നെ HD ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് കമ്പനി എനിക്ക് ക്യാമറ ആദ്യം തന്നിട്ടുമില്ല. ഞാൻ പുറമേ നിന്നാണ് ക്യാമറ. ഈ വേരിയന്റിന് റിയർ ക്യാം ഇല്ല തോന്നുന്നില്ല. പക്ഷെ അതൊക്കെ വെക്കേണ്ടതാണ്. അതൊക്കെ ബേസിക് ആയിട്ട് ചെയ്യേണ്ട സംഭവങ്ങളല്ല, അതൊന്നും വെച്ചിട്ടില്ല. ഞാൻ പുറമേ നിന്ന് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ട് ഇതില് HD ക്യാമറ സപ്പോർട്ട് ആവുന്നില്ല. ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം ക്യാമറ. പ്രശ്നം വെച്ചാൽ റിവേഴ്സ് ഗിയർ ഇടുമ്പോ ഈ ലെവലാണ് ഇപ്പൊ. ഇതിപ്പോ എന്തും കാണുന്നില്ലല്ലോ, വെള്ളം കയറിയല്ലോ. എന്താ അറിയില്ല. അവരോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞ, എന്താ പറയാ, നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാൻ പോയ ആൾക്കാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ആദ്യം HD ക്യാമറ അവര് നോക്കി, ഇതൊക്കെ ഊരിയിട്ട് നോക്കിയ സമയത്ത് ഇത് സപ്പോർട്ട് ആവുന്നില്ല. HD ക്യാമറ വ്യൂവില് വരുന്നില്ല അല്ലെ? മേ ബി അത് ക്യാമറന്റെ ഇഷ്യൂ ആയിരിക്കാൻ തോന്നുന്നുണ്ട്. അല്ലെ നിങ്ങളൊന്ന് പോകുമ്പോഴേ, അടുത്ത സർവീസിന് പോകുമ്പോൾ മാരുതിയിൽ ഒന്ന് ചോദിച്ചു നോക്കുക, ഇതില് ഇങ്ങനെ തന്നെയാണോ വരുന്നത്, അല്ല ഞാനിപ്പോ പുറത്തുനിന്ന് ചെയ്യിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോ ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ, അത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു മൈനസ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഇതില് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം പിന്നെ ഓട്ടോമാറ്റിക് അല്ല. ഇത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള മോഡലായതുകൊണ്ടൊന്നും അറിയില്ല, അവരത് കൊടുത്തിട്ടില്ല. അതെനിക്കൊരു മൈനസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതും ഫുൾ ഓപ്ഷനിലേ വരുന്നുള്ളൂ അല്ലേ? അതെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പാർസൽ ട്രേ ഒരു ഭയങ്കര മോശം തന്നെ എന്ന് പറയാം. നിങ്ങള് ശ്രദ്ധിച്ച് ഒരു വണ്ടി പോകുമ്പോഴൊക്കെ ചെറിയ ലഗേജ് ഒക്കെ വരുമ്പോ ഇതിങ്ങനെ തട്ടിയോ, പിന്നെ ഇത് ഇടയ്ക്ക് തന്നാലും ഊരി പോവാ, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയാ, ഒരു ബലം ഇല്ല ഇതിന്. ഇതൊക്കെ ശരിക്കും അവിടെ ഒന്ന് അഡ്രസ് ചെയ്യണം കേട്ടോ, മറ്റേ സർവീസിൽ പോകുമ്പോ അതൊന്ന് അഡ്രസ് ചെയ്തതാണ്. പക്ഷെ ഇതൊക്കെ ശരിക്കും മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അതൊക്കെ പക്ഷെ അത് ശ്രദ്ധിക്കുന്നില്ല അവര്. അതൊക്കെ മോശം സംഭവം തന്നെയാണ്. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, സ്ലൈഡിങ് മാത്രമേ വരുന്നുള്ളൂ. അതിപ്പോ വൈഫൊക്കെ വണ്ടി എടുക്കുമ്പോ വൈഫിനൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ശരി. അതൊക്കെ വെക്കായിരുന്നു. അപ്പൊ രാവിലെ 1.5 കൊല്ലമായി വണ്ടി ഉപയോഗിക്കണു. ഏകദേശം ഒരു 15,000-18,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഈ വണ്ടി ഇനി ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുമോ, ഒരു വേരിയന്റ്? ഇല്ല, ഞാൻ തീർച്ചയായും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അതൊക്കെ ലോങ് ഒക്കെ പോകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയോണ്ട് തന്നെ ഞാൻ പിന്നെ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇതിന്റെ തൊട്ട് മേലുള്ള വേരിയന്റ്, ആൽഫ വേരിയന്റിന്റെ താഴെ ആയതുകൊണ്ടാന്ന് അറിയില്ല, കുറെ അവർക്ക് ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളും വെക്കാമായിരുന്നു. അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഈ വണ്ടി എടുക്കാൻ സജസ്റ്റ് ചെയ്യലല്ലേ? ഓക്കെ. അപ്പൊ രാഹുലെ, താങ്കളുടെ ഈ ഒരു വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. എന്റെ ഇതുവരെയുള്ള, അതായത് ഞങ്ങൾ ഇതുവരെ റിവ്യൂ ചെയ്തതിൽ ഞാൻ നല്ലൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എൻ്റെ എല്ലാ എക്സ്പെക്ടേഷൻസും മറിച്ചിട്ടാണ് ശരിക്കും ഈ ഒരു റിവ്യൂ നടന്നത്. കാരണം കുറെ അധികം പോരായ്മകൾ ഞാനായിട്ട് തന്നെ കണ്ടു. അതിപ്പോൾ താങ്കളും അത് എടുത്തിട്ടു, ഹൈലൈറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ശരിക്കും മാരുതി ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് വേണം ഇറക്കാൻ വേണ്ടി. ഇതിന്റെ റൈവൽസിനാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ആൾട്രോസ് ആണെങ്കിലോ ടിയാഗോ ആണെങ്കിലോ അതിലൊക്കെ കുറെ ഓപ്ഷൻസ് ഇതേപോലെ കൊടുക്കുന്നുണ്ട്. എക്സെപ്റ്റ് ആ സർവീസിന്റെ ഒരു പ്രശ്നം ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇപ്പൊ ഹ്യുണ്ടായി ആണെങ്കിൽ ഫീച്ചർ ലോഡർ ആണ്, സാധനങ്ങളെല്ലാം കുഴപ്പമില്ല, ഒരു സർവീസും കുഴപ്പമില്ല. പക്ഷെ ഒരു പ്രൈസിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അപ്പം ഈ ഒരു വേരിയന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫയുടെ ജസ്റ്റ് താഴെയുള്ള ഒരു വേരിയന്റ് ആണ്. ശരിക്കും അവർക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് കൊടുക്കാം, ബേസിക് ആയിട്ടുള്ള ക്യാമറ കൊടുക്കാം, അതേപോലെ തന്നെ ഇങ്ങനത്തെ തന്നെ ഇഷ്യൂസ്, ഈ ചെറിയ ഫിറ്റ് ആൻഡ് ഫിനിഷിന്റെ ഇഷ്യൂസ്, ഇതൊക്കെ ശരിക്കും അവർക്ക് അത് പോരായ്മകൾ തന്നെയാണ്, അവർക്കത് റെഡിയാക്കാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഓക്കെ, എനിവേ കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു ഹാപ്പി മോട്ടറിങ് നേരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വണ്ടി മാറ്റാൻ ചാൻസ് ഉണ്ടോ ഈ അടുത്ത് വല്ലോ? ചിലപ്പോ മാറ്റല്ലേ, അടുത്തു അല്ലേ? ഓക്കെ, ശരി, താങ്ക് യു. ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു റിവ്യൂ ആണ് ശരിക്കും ഇന്ന് സംഭവിച്ചത്. അതായത് ഇതിൽ കുറെ ഫിറ്റ് ആൻഡ് ഫിനിഷിന്റെ പ്രശ്നങ്ങളും കുറേയേറെ ഫീച്ചേഴ്സിന്റെ ഒക്കെ അപര്യാപ്തതയും കാണുന്നുണ്ട് സീറ്റ വേരിയന്റിന്. നമുക്ക് ആൽഫ വേരിയന്റുമായിട്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത ശേഷം നമ്മളത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിലെന്തൊക്കെ വ്യത്യാസങ്ങൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വേരിയന്റിന്റെ പ്രശ്നമായിരിക്കാം മേ ബി ഇത്. അപ്പോൾ അതിലുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ട് വണ്ടിയും ഒരുമിച്ചിട്ടിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം.
സോ നെക്സ്റ്റ് വീഡിയോ നമുക്കത് കമ്പാരിസൺ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ.